കേരളം നുണയനായിട്ട് കണക്കാക്കുന്നത് പിണറായി വിജയനെയാണോ വി ഡി സതീശനെയാണോ? നിങ്ങൾ എന്തിനുള്ള പുറപ്പെടാ? ചിലക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. പെരുന്നുണയനായ പിണറായി വിജയൻ, അതിൻ്റെ അനുയായി, ഇങ്ങനെ ഏത് ചർച്ചയിലും കയറി വ്യക്തികളെ ആക്ഷേപിച്ച് ഇവർ എന്ത് രാഷ്ട്രീയമാണ് കേരളത്തിന്റെ മുമ്പിൽ വിളമ്പാൻ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ചർച്ചയിലല്ല, ഒരാളല്ല. കേരളം നുണയനായിട്ട് കണക്കാക്കുന്നത് പിണറായി വിജയനെയാണോ വി ഡി സതീശനെയാണോ? അത് കേരളം ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? സുഖമില്ലാത്ത ആളാ. 101 നുണ ഇവിടെ പറയാൻ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറയാൻ ഈ ചർച്ചയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. PMC നുണയാണ്, വഖഫ് നുണ, ടാറ്റ നുണ, ഹെലികോപ്റ്റർ നുണ, വന്ദേ മാതരം നുണ, വിഴിഞ്ഞം നുണ, വാഹന മോഡിഫിക്കേഷൻ നുണ, ഏകജാലക നുണ, ഇൻവെസ്റ്റർ നുണ. ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലാണ് മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കൂടാ പുല്ല്. നുണകളുടെ ഒരു പെരും വെള്ളപ്പാച്ചിൽ കേരളത്തിൽ അഴിച്ചുവിട്ടിരിക്കുകയാണ്. എന്നിട്ട് വന്നിരുന്നിട്ട് നമ്മളെ നോക്കിക്കൊണ്ട് ഇത്തരം ആക്ഷേപങ്ങൾ പറയുന്നത് ശരിയായ ആൾ കൂടുമ്പോൾ നിന്റെ ഈ ഷൈനിങ് ഉണ്ടല്ലോ, അത് ഈ ചുപ്പറുണ്ടത് വേണ്ട, അവന്റെ ഒരു ആളാവക്കം. നുണയുമായി ബന്ധപ്പെട്ട് ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് പണം കൈപ്പറ്റി LDF ഗവൺമെന്റ് പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് പാർലമെന്റിൽ അവർ പറഞ്ഞു. എന്നിട്ട് പോയ സർക്കാർ പിന്മാറാൻ എന്താണ് കഴിഞ്ഞ കാര്യങ്ങൾ അതൊക്കെ വിട്ടുകള. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പുണ്യവെള്ളപ്പന് നടക്കുന്ന ചന്ദനവും പൂശി പിരിഞ്ഞു പോയാമെങ്കിൽ ക്യാപ്റ്റൻ അബയൻസ് എന്ന ഉടായ്പന്തിനായിരുന്നു. എന്തുകൊണ്ടാണ് പോയ സർക്കാർ അതിൽ നിന്ന് പിരിഞ്ഞു പോകാതെ? പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാർലമെന്റിൽ തന്നെ എന്തിനാണെന്ന് അവരോട് അങ്ങ് ചോദിക്കുന്നതായിരിക്കും നല്ലത്. പാർലമെന്റിൽ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എപ്പോ വേണം പിരിഞ്ഞു പോകാമെന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് പോയ സർക്കാർ അതിൽ നിന്ന് പിരിഞ്ഞു പോകാതിരുന്നത്? കാശ്മീർ പോയ സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്തില്ല. അതിന്റെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബ്ലോക്കിൽ 2 സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കണം. ഒരു സ്കൂളിന്റെ ലിസ്റ്റ് കൊടുത്തിട്ട് സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ആ PMC നടപ്പാക്കുന്നതിന് മുന്നുപാധി, ഏറ്റവും ഫസ്റ്റ് കണ്ടീഷൻ മുന്നുപാധി എന്ന് പറഞ്ഞാൽ അതിന് സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കണം. ഒരു സ്കൂളിന്റെ ലിസ്റ്റ് കൊടുക്കണം. അതിന്റെ പൈസയും വാങ്ങിയിട്ടില്ല. SSKയുടെ ഫണ്ട് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. വീണ്ടും അത് വന്നിരുന്ന് അതിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരെവിടെയാണ്? ചങ്കര പിന്നെ തെങ്ങേ തന്നെ അവരടുത്ത് അവിടുന്ന് മാറുന്ന അതിന്റെ പൈസയും വാങ്ങിയിട്ടില്ല. SSKയുടെ ഫണ്ട് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. രാഷ്ട്രീയം ഡൈനാമിക്കാണ്, ചർച്ചകൾ ഡൈനാമിക്കാണ്. നിങ്ങളുടെ ശിവൻകുട്ടി പോലും ഇങ്ങോട്ടേക്കുള്ള മുഴുവൻ നേതാക്കന്മാരും ഇല്ലാത്ത കള്ളത്തരം ഉണ്ടാക്കി സതീശനെ നുണയൻ എന്ന് വിളിക്കുമ്പോൾ പിണറായി വിജയൻ വാസ്തവവിരുദ്ധമായി പറയുന്നു, സത്യവിരുദ്ധ പ്രസ്താവന നടത്തുന്നു, പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തില്ല. പെരുന്നുണയൻ എന്ന് തന്നെ പറയണം. എന്ത് വേണം? പെരുന്നുണയൻ. കുറച്ചു നാൾ മുമ്പ് ED റെയ്ഡ് നടത്തിയിട്ട് കുറെ 142 അക്കൗണ്ടുകൾ സീസ് ചെയ്തു. 142 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെരുന്നുണയൻ വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി. രസമിനി അങ്ങോട്ട് കൂടി കൂടി വരും. ഇപ്പൊ പറഞ്ഞു, നിങ്ങളെല്ലാം കള്ളം പ്രചരിപ്പിക്കുകയാണ്. നിങ്ങൾ വീണയുടെ 142 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞ് കള്ളം പ്രചരിപ്പിക്കുന്നു. എന്റെ മകളുടെ ഒരു അക്കൗണ്ട് മാത്രമാണ് ഫ്രീസ് ചെയ്യിപ്പിച്ചത്. അതിനകത്ത് 1.5 ലക്ഷം രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. പറഞ്ഞതാണോ? ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ആണോ മിസ്റ്റർ ഗോപൻ? എത്ര അക്കൗണ്ട് ഉണ്ടായിരുന്നു മിസ്റ്റർ ഗോപൻ? ആ മകളുടെ അല്ലേ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ഉണ്ടായിരുന്നത്? അന്ന് ആ ലിസ്റ്റിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ 17 ലക്ഷം രൂപ ഫ്രീസ് ചെയ്തുകൊണ്ട് ആണോ ഇത്തരത്തിൽ ഒന്ന് പച്ച നുണ പറയാൻ? ഇല്ലേ? ഞാനൊരു പത്രസമ്മേളനം നടത്തിയല്ലോ. വിദ്യാർത്ഥികൾക്ക് 4 കിലോ അരി മാത്രമാണ് കൊടുത്തത്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വെട്ടിക്കുറച്ചു. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങളുടെ മറ്റൊരു നുണയൻ ശിവൻകുട്ടി പറഞ്ഞത് നിരന്തരമായിട്ട് നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാഷ്മി, സർക്കാരിന്റെ നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് തുടക്കം എങ്ങനെയുണ്ടെന്നുള്ളത്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടൊരു പ്രതിപക്ഷത്തെ കുറിച്ച് കൂടി പറയണം. ഇല്ലേ? എങ്ങനെയാ വിഴിഞ്ഞത്ത് ഒരു വിവാദം ഉണ്ടായിക്കൊണ്ടുവന്നു. അവസാനം EP ജയരാജനും ശ്രീമതിയും ശൈലജ ടീച്ചർ ഉൾപ്പെടെ ആ വിവാദം പെട്ടിമടക്കി പോയിട്ട് കൈ കൊടുത്തു.
കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ ബാ ശ്രീയെ കുറിച്ച് വിവാദം വന്നു, അതും തമ്മിൽ തല്ലിപ്പോയി. പിന്നെന്താ വേറെ മെറ്റയെ സംബന്ധിച്ച് കൊണ്ടുവന്നു, അതും പോയി. എത്ര വിവാദങ്ങൾ ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അവസാനം സ്വന്തം മേത്തേക്ക് തന്നെയല്ലേ ആ വിവാദങ്ങൾ മുഴുവൻ. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. കേമോ എന്ന് പറഞ്ഞാ പോരാ, തോൽവിയുടെ പടുകുഴി. CPM ഉം CPI കൂടി തമ്മിത്തല്ല. എന്തിന്റെ പേരില? ഒരു പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ളതാണെന്നാ പറയുന്നത്. അല്ല, ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ ഇടതുമുന്നണി ശിഥിലീകരണത്തിലേക്ക് പോയിക്കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നാ ഞാൻ രാജിവെച്ചിരിക്കുന്നു. CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ചരിത്രമാവാൻ പോവുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അത് ചരിത്രമാവാൻ പോവുകയാണ്. ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ജനങ്ങൾക്ക് വിശ്വാസ്യതയില്ലാത്തൊരു നേതൃത്വം ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ രീതിയിൽ ഫ്ലോർ മാനേജ്മെന്റ്. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. നീ വലിയവനാടാ. ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ വിചാരണ ചെയ്യണം, നിയമസഭയിൽ ഞങ്ങളെ ചോദ്യം ചെയ്യണം. അതിന് കെൽപ്പുള്ള ഒരു പ്രതിപക്ഷ നേതാവുണ്ടോ? എന്തെങ്കിലും ഒന്ന് മിണ്ടു, ഇങ്ങനെ കുത്തിയിരിക്കല്ലേ എന്നപ്പുറത്ത് ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലാണ്. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്. ഇങ്ങനെ നാണം കെട്ട കഴിവ് കെട്ട ഒരു പ്രതിപക്ഷം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിരുന്നു. എല്ലാരും കൂടെ ശവത്തി കുത്താൻ ഒന്ന് പറയുക, അത് കഴിയുമ്പോഴത്തേക്ക് പുറത്തിറങ്ങി മറ്റൊന്ന്. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. ഗോപനെ ഞാൻ നുണയെന്ന് വിളിക്കുന്നില്ല, പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആ പത്രസമ്മേളനത്തിൽ നിന്ന് പത്രക്കാരോട് നിങ്ങളെ ഇറക്കി വിടും എന്ന് പറഞ്ഞത് പച്ചക്കള്ളമല്ലേ, പെരുന്നുണയല്ലേ ശ്രീ ഗോപൻ? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഞങ്ങളുടെ പാർട്ടിയുടെ പത്രസമ്മേളനം നടക്കുമ്പോ കൈരളിയും ദേശാഭിമാനിയും ആ പത്രസമ്മേളനം കലക്കാൻ പറഞ്ഞപ്പോ നിങ്ങളെ പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് സതീശനിരിക്കുന്ന മുഖ്യമന്ത്രി കസേര ജനങ്ങളാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരോടിരുന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. നിങ്ങൾ പത്രക്കാർ ക്ലിഫ് ഹൗസിൽ കയറിയിട്ട് സെൽഫി എടുത്തിട്ട് ആഘോഷിച്ചില്ലേ? നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം നടന്നിരുന്നു. ക്ലിഫ് ഹൗസിനകത്ത് പത്രക്കാർ കയറിയാൽ സംസ്ഥാനത്തിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞ ക്രിമിനലുകൾ അതിനകത്തുണ്ടായിരുന്നു. അതന്നത്തെ ചോരത്തിളപ്പിന് അതിനകത്ത് ഈ സംസ്ഥാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ പോലീസിന്റെ സംരക്ഷണയിലെ ക്രിമിനലുകൾ ക്ലിഫ് ഹൗസിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ കയറ്റാൻ പറ്റിയില്ല. സതീശൻ മുഖ്യമന്ത്രിയായി പത്രസമ്മേളനം നടത്തുമ്പോ ഒരാളോടും ദാർഢ്യം പറയുന്നില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.